സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. തിരുവനന്തപുരം ഷമീറ ബീവിയുടെ മരണത്തിന് ഉത്തരവാദി ആരൊക്കെയാണ്? പ്രസവം പാതിയായ വഴിയിൽ ആശുപത്രിയിൽ എത്തും മുൻപ് ഷമീറ മരിച്ചതെങ്ങനെ? ആദ്യം കേട്ടത് യൂട്യൂബിലൂടെ കണ്ട് വീട്ടിൽ പ്രസവം നടത്താൻ ആലോചിച്ചു എന്നാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഭർത്താവ് നയാസ് അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ പ്രസവിച്ചാൽ മതി എന്ന തീരുമാനം എടുത്തിരുന്നുവെന്ന് ബന്ധുക്കൾ പറയും. ആരോഗ്യപ്രവർത്തകരും ആശാവർക്കർമാരും പലതവണ എത്തി ആവശ്യപ്പെട്ടിട്ടും ഷമീറയെ ആശുപത്രിയിൽ എത്തിക്കാൻ നയാസ് തയ്യാറായില്ല എന്നാണ് ആരോപണം. എന്റെ ഭാര്യയെ എനിക്ക് നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ് ഭാര്യയെ കൊലയ്ക്ക് കൊടുത്ത നയാസിനെതിരെ ചുമത്തിയിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഷമീറയുടെ മരണം ആരുടെയൊക്കെ പിഴവാണ്. ചർച്ചയിൽ അവിടുത്തെ മുൻ കൗൺസിലർ സഫീറ, അയൽവാസിയായ റിഷാദ്, ഗൈനക്കോളജിസ്റ്റും IMA വനിതാ വിംഗ് സാരഥിയുമായ ഡോക്ടർ അനുപമ, യൂട്യൂബറായ IT വിദഗ്ധനുമായ VK ആദർശ്, മനഃശാസ്ത്ര വിദഗ്ധയായ ഡോക്ടർ LC ഉമ്മൻ എന്നിവരാണ്. അത് ഞാൻ അയൽക്കാരിലേക്ക് പോകും മുമ്പ് മുൻ കൗൺസിലർ സഫീറയിലേക്ക്. സഫീറ, ഈ മരിച്ച ഷമീറ ബീവിയെ ആശുപത്രിയിലാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ആ നാട്ടുകാർക്ക് പറയാനുള്ളത്? ഷമീറ ബീവിക്ക് നാലാമത്തെ പ്രസവമാണ്. ഇത് 3 പ്രസവവും പിന്നെ സിസേറിയൻ ആയിരുന്നു. 4ാമത്തെ പ്രസവം ഭർത്താവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറല്ലായിരുന്നു. ആശാവർക്കർമാരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പല ജീവനക്കാരും എത്തിയിട്ടും അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറല്ലായിരുന്നു. ആയതിനാൽ ഇന്നലെ 3 മണിയോടെ ആ സ്ത്രീക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയും പ്രസവിക്കാൻ വേണ്ടി പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ അയൽവാസികൾക്ക് പോലും അറിയിക്കാതെ തന്നെ അയാളുടെ മുൻ ഭാര്യയും മകളും അക്യുപങ്ക്ചർ എന്ന രീതിയിൽ ചികിത്സ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിനായിട്ടാണ് ആ നയാസ് എന്ന ഭർത്താവ് പിന്നെ ആ ഭാര്യയെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ ഇത്രയും ഈ മരണത്തിലോട്ട് തള്ളിവിടുകയായിരുന്നു. അത് ഈ ഭർത്താവ് തന്നെയാണ് ഇതിന്റെ കാരണക്കാരൻ. സഫീറ, ഇപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും സാധാരണ ഈ ഗർഭിണികളുണ്ട് എന്നറിയുന്ന വീടുകളിൽ എത്തി എപ്പോഴൊക്കെയാണ് ഈ കാര്യത്തിൽ ഈ ആശുപത്രിയിലാക്കണം, അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട ഭക്ഷണം, എന്തൊക്കെ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളായിരിക്കുമല്ലോ നൽകുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഒരു വീട്ടിലേക്ക് എത്ര തവണ സാധാരണ എത്താറുണ്ട്? ഇവിടേക്ക് എത്ര തവണ പോയി? ഓരോ തവണയും ഈ എതിരഭിപ്രായം പറയുന്നത് ഇവരുടെ ഭർത്താവാണ്. അപ്പോൾ അങ്ങനെ ഒരു എതിരഭിപ്രായം സാധാരണഗതിയിൽ വരുമ്പോൾ എന്താണ് സാധാരണഗതിയിൽ എടുക്കുന്ന നടപടി? കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ 4ാമത്തെ പ്രസവമാണ്. അടുത്തടുത്ത് കൊച്ചുകുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 3 വയസ്സുള്ള കുഞ്ഞുണ്ട്, ഒരു 1 വയസ്സുള്ള കുഞ്ഞുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഗർഭത്തിലാണിപ്പോൾ ഈ പ്രശ്നമുണ്ടായത്. ഈ തുടർച്ചയായ പ്രസവം, അതും സിസേറിയൻ ആയിരുന്നു നേരത്തെയുള്ള പ്രസവങ്ങൾ. അപ്പോൾ അപകടാവസ്ഥയുണ്ട് എന്നുള്ള കാര്യം ആരോഗ്യ പ്രവർത്തകർക്കും അറിയാം. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ, അതായത് ഭർത്താവ് സഹകരിക്കാത്ത സംഭവങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ആരോഗ്യ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെടാറ്? ആരോഗ്യ പ്രവർത്തകരെ അടുപ്പിക്കില്ലായിരുന്നു. അവിടെ ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും എത്തുമ്പോൾ അയാൾ പറയുന്നത്, എന്റെ ഭാര്യയുടെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം, നിങ്ങളെ ഇവിടെ നോക്കേണ്ട കാര്യമില്ല, എന്റെ ഭാര്യ എന്ത് ചെയ്യണമെന്നുള്ളത് എന്റെ ആവശ്യമാണ്, അത് ഞാൻ എന്താണെന്നുള്ളത് ചെയ്യാമെന്ന് ആ ഭർത്താവ് ആള് നയാസ് അവിടെ ആരോഗ്യ പ്രവർത്തകരെ കയറ്റുകയോ പിന്നെ ആ ഗർഭിണിയായിരുന്ന സ്ത്രീയെ തൊട്ട് അയൽവക്കത്ത് പോലും ഒന്ന് വിടുകയോ അവരുമായിട്ട് സംസാരിക്കാനോ അയാൾ സമ്മതിച്ചിരുന്നില്ല. ഇതാണ് ആരോഗ്യ പ്രവർത്തകരുടെ അവിടെ എത്തിയിട്ട് പോലും ആശാവർക്കർമാർ ഇടപെട്ട് ആരോഗ്യ പ്രവർത്തകരും അംഗൻവാടിയിൽ നിന്ന് ഫുഡുകൾ മാസം തോറും പോഷകാഹാരങ്ങൾ എത്തിക്കുമായിരുന്നു. പക്ഷെ ആ വീട്ടിൽ കൊണ്ട് അംഗൻവാടി ടീച്ചറെ പോകാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിലായിരുന്നു ആ ഹസ്ബൻഡ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഈ അനാസ്ഥ ഉണ്ടായത്. പക്ഷെ ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയല്ലോ. അപ്പോൾ അതിനൊക്കെ ആർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അയൽവാസി റിഷാദിലേക്ക് പോകുന്നു. റിഷാദ്, ഈ കുടുംബം, ഈ ഷമീറയും നയാസും അടങ്ങുന്ന കുടുംബം ഈ പ്രദേശത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവർക്ക് 3 കുട്ടികളാണെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ നേരത്തെയും വിവാഹം കഴിച്ചിരുന്നു. അതിലുള്ള മൂത്ത മകൾ 17 വയസ്സുള്ള പെൺകുട്ടി, അവർ കൂടി ചേർന്നാണ് ഇപ്പോൾ പ്രസവം എടുക്കാനുള്ള ശ്രമം നടത്തിയത്. ഇത്
ഇത് എത്ര കാലമായിട്ട് അവിടെ താമസമെന്ന് അറിയില്ല. ആകെ എനിക്കറിയാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകരും DMO ഓഫീസിലെ ഡോക്ടർമാർ, നേമം പോലീസ് ഇവരൊക്കെ വന്ന് എനിക്ക് മേളിൽ റെസ്റ്റോറൻ്റാണ് ഈ റോഡിൻ്റെ മേളിൽ. അവിടെ വന്നിട്ടുള്ള അന്വേഷണത്തിലാണ് എനിക്കറിയാമെന്നുള്ളത്. പിന്നെ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കണമെന്നറിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കുടുംബത്തിനെ കണ്ടെത്തിയത്. അതിന് ഫ്രണ്ടിൽ നിന്നത് ഞാനിത് ഒരുപാട് ചികഞ്ഞാണ് കണ്ടെത്തിയപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ അവളും അതിന് സപ്പോർട്ടാണ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട പാലക്കാട് അവൻ്റെ 3ാമത്തെ വൈഫാണ്. പിന്നെ ഇവൻ്റെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക, എന്നിട്ട് അടുത്ത് വേറെ കല്യാണം കഴിക്കുക, ആ ഒരു ടാർഗറ്റാണ് ഇവന്മാർക്കുള്ളത്. ഇവന്മാർ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയണത്. പിന്നെ വളരെ ഒരുപാട് നേരം നമ്മൾ അവനുമായിട്ട് സംസാരിച്ച് നോക്കി. ഒരു വിധത്തിലും അവർ നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായില്ല. ഇത് ഏകദേശം ഒരു 10-40 ദിവസം മുമ്പാണ്. ഇയാൾക്ക് എന്തായിരുന്നു ജോലി? ജോലി അറിയില്ല. രാവിലെ 4 മണിക്ക് പോകും, രാത്രി 12 മണിക്ക് വരും എന്നുള്ളത് മാത്രമേ അറിയാവൂ. എന്താണ് ജോലി എന്ന് അറിഞ്ഞൂടാ. ഇപ്പം വലിയ ക്രിമിനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കള്ളനാണെന്നാണ് തോന്നുന്നത്. കാര്യം അറിയാത്ത കാര്യം നമ്മൾ തോന്നുന്നു എന്ന് പറഞ്ഞ് പറയരുത്. അറിയുന്ന കാര്യങ്ങൾ മാത്രം ചർച്ചയിൽ പറയുക. ശ്രീ റിഷാദ്, ഞാൻ ഡോക്ടറിലേക്ക് പോകുന്നു. അല്ല, തോന്നുന്നല്ല ഇത് എനിക്ക് അങ്ങനെയാണ് തോന്നണത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സാധാരണപ്പെട്ടൊരു മനുഷ്യനാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുമല്ലോ. ഇത് വെളുക്കുന്ന മുമ്പേ പോകുന്നു, പാതിരാത്രി വരുന്നു എന്നാണ് എല്ലാ നാട്ടുകാരും നമുക്കറിയാം, വ്യക്തമായിട്ട് എനിക്കറിയാമെന്നുള്ളത്. ഡോക്ടർ അനുപമയിലേക്ക്. ഡോക്ടർ അനുപമ, വ്യക്തമായിട്ട് അറിയാം, കാരണം ഈ കാര്യത്തിൽ ഞാൻ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. ശരി ഡോക്ടർ അനുപമ, ഇപ്പോൾ സുഖപ്രസവം ഏതൊക്കെ രൂപത്തിൽ ആകാം എന്നുള്ളതിൽ പലരും പഠനം നടത്തുന്നു, പലരും വീഡിയോ ഇടുന്നു, പ്രസവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ അടക്കം വീഡിയോ ഇടുന്നു. ഇത് ആശുപത്രിയിൽ പോകേണ്ടതില്ല എന്ന രൂപത്തിൽ വളരെ സ്വാഭാവികമായ കാര്യമാണ്. അതിന് ആശുപത്രിയെ ആശ്രയിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ വീഡിയോ ഇടുന്നു. അതിൽ ആകൃഷ്ടരായി ചിലരെങ്കിലും ആ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനമെടുക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് അഭ്യസ്തവിദ്യരായ ആളുകൾ തന്നെ ആ രൂപത്തിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ അക്യുപങ്ക്ചർ വഴി പ്രസവിക്കാം എന്ന രൂപത്തിലാണ് ഇയാൾ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇയാളുടെ ആദ്യ ഭാര്യയിലെ മൂത്ത മകളും കൂടി ചേർന്നാണ് ഈ പ്രസവം എടുത്തതെന്ന് പറയുന്നു. യഥാർത്ഥ അക്യുപങ്ക്ചർ പഠിച്ചവരാണ് ഇവരെന്ന് കരുതുന്നില്ല. അതും വ്യാജ സിദ്ധൻ്റെ അടുത്ത് പഠിക്കാൻ പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ഈ അക്യുപങ്ക്ചർ ചികിത്സ വഴി യഥാർത്ഥത്തിൽ ഒരു പ്രസവം എടുക്കലുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും വളരെ അശാസ്ത്രീയമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. കാരണം പ്രസവം ശരിയാണ്, നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സുഖപ്രസവം എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്ന പോലെ എല്ലാവരും വിചാരിക്കും വളരെ സുഖമായിട്ട് പ്രസവം അങ്ങ് കഴിയുന്നു എന്നാണ്. ഒരിക്കലുമല്ല. ഒരു പ്രസവ മുറിയിൽ വളരെ സങ്കീർണതകളിൽ കൂടെ കടന്നുപോയിട്ടായിരിക്കും പകുതിയിലേറെ, ഏകദേശം ഒരു 50% സ്ത്രീകൾ പ്രസവിക്കുന്നത്. അവർക്ക് ഇപ്പോൾ പ്രസവ വേദന തുടങ്ങി 7, 8, 10 മണിക്കൂർ കഴിഞ്ഞ് പ്രസവിക്കുന്ന സ്ത്രീകൾ വരെയുണ്ട്. ഈ സമയങ്ങളിലെല്ലാം തന്നെ പല രീതിയിൽ അവരുടെ രക്തഓട്ടത്തിൻ്റെ ഗതികൾ, അവരുടെ ഹൃദയമിടിപ്പിൻ്റെ ഗതികൾ, അവരുടെ വേദനയുടെ തോത്, ഗർഭപാത്രം എത്രത്തോളം കൺട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിരന്തരം അവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവസാനം അതൊരു പ്രസവത്തിൽ എത്തിച്ചേരുന്നത്. പ്രസവ സമയത്തും ഓരോ സ്ത്രീക്കും ഓരോ രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് ആദ്യ പ്രസവമുള്ളൊരു സ്ത്രീയെ പോലെ ആയിരിക്കത്തില്ല നമ്മുടെ ഈ സഹോദരിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ 3-4 പ്രസവം കഴിഞ്ഞ ഒരാൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും 2-3 പ്രസവം കഴിയുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ഗർഭപാത്രം ചുരുങ്ങാനും അതുപോലെ തന്നെ അത് വീണ്ടും വികസിക്കുവാനും ഒക്കെയുള്ള ആ ഒരു കൺട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും അമിതമായ രക്തസ്രാവത്തിലേക്ക് പോകാൻ സാധ്യത ഏറ്റവും അധികമുള്ളൊരു വിഭാഗമാണ് ഈ പറഞ്ഞ പോലെ 2-3 കുട്ടികളുള്ള സ്ത്രീകൾ. അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു നമ്മുടെ ഈ മരണപ്പെട്ട സ്ത്രീ. അതേപോലെ തന്നെയാണ് സിസേറിയൻ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. സിസേറിയൻ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ പോലും അതൊരു 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ തന്നെയാണ്. അതും ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ ചെയ്യേണ്ട ശസ്ത്രക്രിയ തന്നെയാണത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ 2-3 ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാളുടെ യൂട്രസ് എന്ന് പറയുമ്പോൾ
വളരെയധികം കട്ടി കുറഞ്ഞതും എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്നതും മറ്റ് പല കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു ഗർഭപാത്രമാണ്. ആ ഒരു ഗർഭപാത്രത്തിൽ ഒരിക്കലും നമ്മളൊരു സുഖപ്രസവം പറയുകയില്ല. 2 സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു സുഖപ്രസവത്തിന് വെക്കാം എന്ന് പറയുകയില്ല. അതുപോലെ ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും വളരെയധികം സങ്കീർണതകളുള്ള എല്ലാ ഫെസിലിറ്റീസുമുള്ള ഒരു ലേബർ റൂമിൽ അനസ്തേഷ്യ ഡോക്ടറൊക്കെ എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആകുന്ന അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റീസ് ഉള്ള ഒരു സെൻറ്ററിൽ മാത്രമേ അങ്ങനെ ഒരു സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു സ്ത്രീയെ പോലും സുഖപ്രസവത്തിന് വെക്കാവൂ എന്ന് ആണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും സങ്കീർണതകളുള്ള ഒരു കാര്യങ്ങളുള്ള ഒരു സമയത്താണ് വളരെ നിസ്സാരമായിട്ടാണ് ഈ ഒരു സ്ത്രീയെ വീട്ടിനുള്ളിൽ പ്രസവത്തിലേക്ക് വിട്ടതും ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എല്ലാം വരുത്തി വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അക്യൂപങ്ചർ ആയാലും ഇതര ഏത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആയാലും ശരി, ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ എങ്കിലും നമ്മളുടെ ഗൈനക്കോളജിയുടെ എൻ്റെ അറിവ് വെച്ചുകൊണ്ട് പറയുകയാണ്, അത്തരം ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിനൊന്നും തന്നെ പ്രസവത്തിൽ ഒരു സാധ്യതയില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്യൂപങ്ചർ ആണെങ്കിൽ തന്നെ അവിടെ പെയിൻ കുറയ്ക്കാൻ മാത്രമാണ് ആ ഒരു മാർഗ്ഗം ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ആ പ്രസവവേദന കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് പ്രസവത്തിലേക്ക് സുഖമായി പ്രസവിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പോറലും ഏൽക്കാതെ കിട്ടുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അതല്ല വെറുതെ വേദന മാത്രം കുറച്ചതുകൊണ്ട് അത് നല്ല രീതിയിൽ ഒരു പ്രസവത്തിൻ്റെ എൻഡിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. മാത്രമല്ല ഇതിപ്പോൾ വേദന കുറയുകയല്ല കൂടുകയാണ് ചെയ്തത്. പകുതി പ്രസവിച്ച നിലയിലാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നു. ഇതിൽ പോലീസിന്റെ വീഴ്ചയുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ശ്രീ വി കെ ആദർശ്, ഇപ്പോൾ എല്ലാത്തിനും യൂട്യൂബിൽ പ്രതിവിധിയുണ്ട്. താങ്കളൊരു യൂട്യൂബർ കൂടിയായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആധികാരികമായി പറയുന്നത് ആരാണ്, അങ്ങനെയല്ലാതെ പറയുന്ന ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പലരും ഡോക്ടർ എന്ന പേരോട് കൂടി തന്നെ എല്ലാത്തിനും ചികിത്സാവിധികൾ നിർദ്ദേശിക്കുന്നു. സ്വയം ചെയ്യാൻ പറ്റുന്ന ചികിത്സാവിധികൾ, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, നിറം വയ്ക്കാൻ, വയറ് കുറയ്ക്കാൻ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളും. ഈ അക്യുപങ്ചർ എന്നാൽ വേദന കുറയ്ക്കാനുള്ള ഒരു സംവിധാനമാണെന്ന് പറയുന്നു. അതിലും എത്ര ശാസ്ത്രീയത ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആ രൂപത്തിലാണ് ഇതിപ്പോൾ നടപ്പാക്കിയതെങ്കിൽ എന്താണ് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ആദർശിന് പറയാനുള്ളത്? ഒന്നെന്ന് പറയുന്നത് ഒട്ടും റെഗുലേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു മാധ്യമമാണ്. കാരണം ആർക്ക് വേണമെങ്കിലും എന്ത് വീഡിയോയും ഇടാൻ പറ്റുന്ന ഒരിതാണ്. അതൊരു തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ്, മാധ്യമ സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിലും ഒക്കെ നമുക്ക് പറയാം. പക്ഷെ അതേസമയം തന്നെ മറുഭാഗത്ത് ഇതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമുണ്ട്. ഇതിന്റെ സ്വാധീന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് 3-4 ഏരിയകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റുമായി റിലേറ്റ് ചെയ്ത ഏരിയകൾ. അതിനിപ്പം രാജ്യത്തെ നിയന്ത്രണാധികാരിയെ സെബിയും വിവിധ നിയന്ത്രണാധികാരികളും വളരെ കർശനമായ മാനദണ്ഡം കൊണ്ടുവന്നു കഴിഞ്ഞു. രണ്ടാമത്തെ ഏരിയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യം. ഒന്ന്, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യം, ചില ഹെൽത്ത് സപ്ലിമെന്റുമായി ബന്ധപ്പെട്ട കാര്യം, വ്യായാമവുമായി ബന്ധപ്പെട്ട കാര്യം. ഇതൊക്കെ പലപ്പോഴും നല്ല റീച്ചുള്ള, അതായത് 2 ലക്ഷമോ അല്ലെങ്കിൽ 3 ലക്ഷമോ ഒക്കെ സബ്സ്ക്രൈബർ ഉള്ള നമുക്ക് തന്നെ അറിയാം, വളരെ കേരളത്തിലെ അടക്കം വളരെ പ്രചുര പ്രചാരമുള്ള യൂട്യൂബർമാർ പോലും ഈ സാധാരണ ഹോസ്പിറ്റലിന്റെയും ശസ്ത്രക്രിയാ പരിപാടികളുടെ ഒന്നും പരസ്യം പാടില്ലാത്തതാണ്. ഞാൻ പറയുന്ന അലോപ്പതിയുടെ കാര്യം പോലുമാണ്. അതുപോലും നല്ല പ്രചുര പ്രചാരമുള്ള യൂട്യൂബർമാർ പലപ്പോഴും ശസ്ത്രക്രിയാ റൂമിലൊക്കെ നിന്നിട്ടാണ് ഇതിന് പ്രചാരം കൊടുക്കുന്നത്. അതായത് എന്ത് വേണമെന്ന് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ വളരെ പല ഘട്ടങ്ങളായി തീരുമാനിച്ചിട്ടാണ് ഒരു ശസ്ത്രക്രിയ അല്ലെങ്കിൽ എന്തൊരു മെഡിക്കൽ പ്രൊസീജിയറിലൊക്കെ നമ്മൾ പോകുന്നത്. ഇതൊന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബർമാർ മരുന്ന് കുറിപ്പടി എഴുതുന്ന രീതിയിലേക്ക് കാര്യം മാറിയിട്ടുണ്ട്. ഇവിടുത്തെ കേസിലേക്ക് വരുമ്പം, ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ 2-3 ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പം വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും ഇത്തരം ഈ അക്യുപഞ്ചർ അല്ലെങ്കിൽ അതുമായി സമാന സ്വഭാവമുള്ള, അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയുമായി സമാന സ്വഭാവമുള്ള, സ്വയം ഡോക്ടർ ആകുന്ന അല്ലെങ്കിൽ സ്വയം നേഴ്സ് ആകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ സ്വയം മരുന്ന് കുറിപ്പടി എഴുതുന്ന രീതിയിലുള്ള പരിപാടി വളരെ വ്യാപകമാണ്. ഇവിടെയാണ് ഇത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം റെഗുലേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാരണം റെഗുലേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് ഭരണകൂടത്തിന്റെ ഒരു എക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമിത അധികാര പ്രയോഗമായി മാറും. ഇനി റെഗുലേറ്റ് ചെയ്യാതിരുന്നാലോ, ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ, അതും പലപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, വലിയ രീതിയിൽ ആളുകളുമായി, നേരത്തെ അയൽവാസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുമായിട്ടൊന്നും വലിയ ലിങ്ക് ഇല്ലാത്ത, കൂടുതൽ സമയവും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഓൺലൈനിൽ കാണുന്ന ഒരുപാട് പേര് കണ്ട വീഡിയോയിലൊക്കെ അഭിരമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനമെടുക്കുന്ന അതിലേക്കായി മാറും.
കാരണം ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു തരത്തിലും പറ്റില്ല എന്നുള്ളത്. ഞാൻ ഒന്നാമത് പറഞ്ഞ സാമ്പത്തിക കാര്യത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇവരെ ശിക്ഷിക്കാനും എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ കഴിഞ്ഞ ആഴ്ച നടപടിയും എടുത്തു കഴിഞ്ഞു. കാരണം അവരുമായി ബന്ധപ്പെട്ട് വലിയ ഫൈൻ അടിക്കാനും അവർ പോയി. കാരണം അതിനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു തരത്തിലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ആരോഗ്യ വകുപ്പിനൊക്കെ ബോധവൽക്കരണം നടത്തുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക ജിയോഗ്രഫിക് ടെറിട്ടറിയിൽ നമ്മൾ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവന്നാലും ഈ സാധനമെല്ലാം വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിർബാധം യൂട്യൂബിലെത്തുകയും അവരിതെല്ലാം കാണുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ എവിടം വരെ നിയന്ത്രണം പോസിബിൾ ആവും എന്നുള്ളത് വളരെ വളരെ പാടാണ് എന്നുള്ളത് നമ്മൾ അറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ ആരോഗ്യ ബോധവൽക്കരണം നടത്താറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ സാക്ഷരത കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇത് അപകടവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3-4 മാസം മുമ്പല്ലേ എങ്ങനെ ബോംബുണ്ടാക്കാം എന്ന് പോലും യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ച് പഠിച്ചത് വന്നതിന് ശേഷം അതിന്റെ ട്രയൽ നടത്തി പ്രശ്നമായത് നമ്മൾ കണ്ട കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലൊരു ബദൽ മാധ്യമം എന്നുള്ള രീതിയിൽ ഒരുപാട് സവിശേഷതകൾ അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ യൂട്യൂബ് തുറന്നിടുമ്പോൾ തന്നെ നമ്മുടെ കടക്കൽ കത്തിവെക്കുന്ന പോലുള്ള പരിപാടികളും ഇതേ മാധ്യമങ്ങൾ തന്നെ ഇതേ ഓൺലൈൻ മാധ്യമം കാണിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ. ശരി, ഡോക്ടർ എൽ സി ഉമ്മനിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം എത്താം ചർച്ചയിലേക്ക്. ഡോക്ടർ എൽ സി ഉമ്മൻ, ഇതിലിപ്പോൾ ഷമീറ ബീവിയുടെയും ഈ ഭർത്താവായ നയാസിന്റെയും മാനസികാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ പറയുന്നു ആശുപത്രിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന്. അടുത്തടുത്തുള്ള പ്രസവങ്ങളാണ്. നേരത്തെയുള്ള പ്രസവങ്ങളൊക്കെ സിസേറിയനായത് ഡോക്ടർമാരുടെ പിഴവ് കൊണ്ടാണ്. അവരങ്ങനെ ചെയ്തതാണ് മനഃപൂർവ്വം എന്നാണ് ഇയാൾ പലരും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്തിയ ആരോഗ്യ പ്രവർത്തകരോടും ആശാവർക്കർമാരോടും ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളതും തനിക്ക് ചികിത്സയ്ക്ക് ആശുപത്രിക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഭർത്താവിനെ ഭയമാണ്, ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയമാണ് എന്നാണ്. ഈ അക്യുപങ്ക്ചർ ചികിത്സ വഴി സാധാരണഗതിയിൽ വേദന കുറയ്ക്കാനുള്ള സംവിധാനമാണെന്ന് പറയുന്നു. ഇതുവഴി പ്രസവം എന്നത് എങ്ങനെ ഇവർ വിശ്വാസത്തിലെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അങ്ങനെ വിശ്വസിച്ച് തന്നെ ഭാര്യ വേദനിക്കാതെ പ്രസവിക്കട്ടെ എന്ന് തീരുമാനിച്ച് ഇയാൾ നടപ്പാക്കിയാണെന്ന് കരുതാനാകുമോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിനെ പല രീതിയിൽ വേണം കാണാനായിട്ട്. നമ്മുടെ രാജ്യത്ത് എല്ലായിടവും തന്നെ മോഡേൺ മെഡിസിന് എതിരായിട്ട് വളരെയധികം പ്രചരണമുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും അതിനെതിരെ പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. പ്രകൃതിയിലേക്ക് മടങ്ങി വരിക എന്നാണ് ആഹ്വാനം. പ്രകൃതിയിലേക്ക് മടങ്ങി വരിക, അപ്പം മൃഗങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള പ്രസവമായാൽ മനുഷ്യനുമാകാം എന്നുള്ള തരത്തിൽ വരെ അധപ്പതിച്ച പോസ്റ്റുകളും അല്ലെങ്കിൽ വീഡിയോസും അങ്ങനെ ആഹ്വാനം ചെയ്യുന്നതുണ്ട്. ആൾക്കാരെല്ലാം പറഞ്ഞു പരത്തുന്നത് എന്താണ്? അതായത് മോഡേൺ മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ അത് കെമിക്കലാണ്, റിയാക്ഷൻ ഉണ്ടാവും, സൈഡ് എഫക്റ്റ് ഉണ്ടാവും, മറ്റേത് പ്രകൃതിദത്തമാണ് എന്നുള്ളതാണ്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രചാരമാണ്. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും അത് കെമിക്കലാണ്. ഹൈഡ്രജനും ഓക്സിജനോട് ചേരുന്നതാണ് വെള്ളം. നമ്മുടെ ശരീരം പോലും ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് കെമിക്കലിന്റെ ഒരു കോമ്പോസിഷൻ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിൽക്കെ പ്രകൃതിയിലേക്ക് മടങ്ങി വരണം, പ്രകൃതിദത്തമായിട്ടുള്ളത് മാത്രമേ പറ്റാവൂ എന്നുള്ള തരം ആഹ്വാനം കൊടുക്കുമ്പോൾ ഒട്ടുമിക്ക ജനങ്ങൾ, അത് അഭ്യസ്ത വിദ്യർ പോലും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നവർക്ക് പോലും അബദ്ധ ജടിലമായിട്ടുള്ള ഐഡിയാസ് കൊടുക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രകൃതിദത്തമാണെങ്കിലും ഇത് മോഡേൺ മെഡിസിൻ സിന്തറ്റിക് ആണ്, പ്രകൃതിദത്തമായിട്ടുള്ളത് സിന്തറ്റിക് അല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും കെമിക്കൽ തന്നെയാണ്. അപ്പോൾ അത്തരം ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് പോലും സാമാന്യ ജനത്തിന് ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് അവരുടെ കാര്യം വരുമ്പോൾ അവരുടെ ജീവൻ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാകില്ല. അവരതിനു വേണ്ടിയിട്ട് പരസ്യത്തിന് നിൽക്കുകയോ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്താലും അവരുടെ കാര്യം വരുമ്പോൾ അവരെ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് വിദേശത്ത് പോയാലും എടുക്കാനായിട്ട് അവർക്ക് ഹെൽപ്പുണ്ട്, അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇത്തരം രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ആളുകൾ ഇത്തരം അബദ്ധ രീതിയിൽ പോയി വീഴാനുള്ള സാധ്യത ഏറെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാത്തിനും വിശ്വാസവുമായിട്ട് കൂട്ടി കുഴച്ച് ഉള്ള ഒരു സംവിധാനം. അതിന് തുടക്കം മുതലേ അങ്ങനെയാണ്. ഇപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതി വെച്ചിട്ടുള്ള അഷ്ടാംഗ ഹൃദയം എന്നൊക്കെ പറയുന്ന ആയുർവേദത്തിന്റെ ഗ്രന്ഥത്തിൽ പോലും ബ്രഹ്മാവ് സ്മരിച്ചതാണ് ആയുർവേദം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുപോലെ അതിനകത്തുള്ള വിദ്യകൾ പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ ദൈവകോപം ഉണ്ടാകുമെന്ന് എല്ലാ ഗ്രന്ഥത്തിലും ആയുർവേദ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് അന്നത്തെ കാലത്ത് ആൾക്കാർ ലാഘവത്തോടെ കാര്യങ്ങൾ എടുക്കാതെ സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ ഭയപ്പാടോടെ അത് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിൽ അന്ന് ചെയ്തതാണ്. പക്ഷെ ഇന്ന് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു, അതിന്റെ ഒരു ആവശ്യമില്ല, അങ്ങനെ ആ ഒരു തരത്തിൽ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നിരിക്കെ ഇതേ ഒരു പാരമ്പര്യം ഒട്ടുമിക്ക ആളുകളും, പ്രത്യേകിച്ചും ഇങ്ങനെ വ്യാജന്മാര്, അവരുടെ കാര്യങ്ങൾ
മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരം ബിലീഫ് സിസ്റ്റത്തെ മുതലെടുക്കുന്നു. അപ്പോൾ ഇതും കൂടെ കൂട്ടിക്കുഴച്ച് ആൾക്കാരോട് പറയുകയും യഥാർത്ഥത്തിലുള്ള ഒരു ചികിത്സാവിധിക്ക് പോകാതെ ഇരിക്കാനായിട്ട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നാം ഓർക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ സ്ത്രീക്ക് സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവർ ടോട്ടലി നിസ്സഹായമായിരുന്നു. കാരണം അവരെ ഭീഷണിപ്പെടുത്തിയാണ്, ഉപേക്ഷിച്ചു കളയും, കുട്ടികളെയും അവരെ ഉപേക്ഷിച്ചു കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർ പുരുഷന്മാരുടെ ഒരു സ്വകാര്യ സ്വത്താണ് എന്നുള്ള നിലപാട് അങ്ങനെ ആ ഒരു തരത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ, കഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് സാമ്പത്തിക ഭദ്രതയില്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഉള്ള പ്രശ്നം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വളരെ റിമോട്ടായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡെല്യൂഷനോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം, ഉദാഹരണത്തിന് കൽക്കട്ടയിൽ ആ കൂട്ടക്കൊലപാതകം നടന്നതും അവസാനം ആത്മഹത്യ നടന്നതും, അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ പുറം ലോകവുമായിട്ട് ആർക്കും ഒരു ബന്ധമില്ലാതെ അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ വന്ന ഒരു രീതിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഹൈലി ഡെല്യൂഡഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരം മിഥ്യാബോധത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മന്ത്രവാദത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഫലമായിട്ട് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒരു സാധ്യത കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കാണുന്നില്ല. കാരണം ആ സ്ത്രീക്ക് അതിനോട് യോജിപ്പില്ലായിരുന്നു. അവർക്ക് സ്വയമായിട്ട് പോയി ചികിത്സിക്കണമെന്നാണ് തീർച്ചയായിട്ടും അവർ പറഞ്ഞിരുന്നത്. ഇതിന് നമ്മൾ ഏത് തലത്തിലാണ് ഒരു റെക്ടിഫൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മുകളിൽ മുതൽ തുടങ്ങണം. നമ്മളെപ്പോഴും പറയും താഴെ നിന്ന് ഉള്ള അവബോധം മാത്രം മതി. അങ്ങനെയല്ല, മുകളിൽ നിന്നും മുതലേ തുടങ്ങണം. കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ, സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അനേകം പേരുണ്ട്. അത് സെലിബ്രിറ്റീസ് ആകാം, ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ. ഇത്തരം സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവരെ ഒരു വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരെ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ അവരുടെ ധാർമ്മികത മറന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെയും വളരെ ജാഗരൂകരായിട്ട് മുകളിൽ നിന്നും മുതൽ തന്നെ ഇതിനൊരു പൊളിച്ചെടുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് അവബോധം വളരെയധികം നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഈ നിസ്സാരമായിട്ടുള്ള കാര്യം പോലും പ്രകൃതിദത്തം എന്ന് പറഞ്ഞ് അത് നാച്ചുറൽ ആണ് അല്ലെങ്കിൽ സിന്തറ്റിക് ആണ്, ഈ ഒരു വ്യത്യാസമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പാരസിറ്റമോൾ ഒരു ഡോക്ടർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട് ഇങ്ങനെയാണെന്ന് അവർ പറയും. അവർക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം അത്രയ്ക്ക് മേൽ പഠനം ആ ഒരു ചെറിയ ഡ്രഗിന് പോലും ഉണ്ടായിട്ടുണ്ട്. ബാക്കി ഇതര മേഖലകൾ അല്ലെങ്കിൽ ഇതര സിസ്റ്റത്തിലൊന്നും അങ്ങനെ യാതൊരു പഠനങ്ങളും നടന്നിട്ടില്ല. പഠനങ്ങൾ നടത്താത്തത് കൊണ്ട് അതിന് സൈഡ് എഫക്റ്റ് ഇല്ല, പാർശ്വരഹിതമാണ് അല്ലെങ്കിൽ പാർശ്വഫലം ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം പഠനം അത്രമേൽ നടന്നിട്ടില്ല. ഇത് ഇത്രമേൽ മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മോളിക്യൂളിന് ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നതും നമ്മളത് മറച്ചു വെക്കുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്യാതെ പറയുന്നതും. അതുപോലും ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവർ സാധാരണഗതിയിൽ ഇങ്ങനെ മറ്റ് മെഡിസിൻസ് അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതികൾ കൈകാര്യം ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങൾ ഒരു മുതലെടുപ്പിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ശരി സഫീറ, ഇപ്പോൾ താങ്കൾ കൗൺസിലർ ആയിരുന്നല്ലോ അവിടെ. ഞാൻ നേരത്തെയും ചോദിച്ചത് അതാണ്. ഇപ്പോൾ ആശാവർക്കർമാരായാലും ആരോഗ്യ പ്രവർത്തകരായാലും ആ പ്രദേശത്ത് ഗർഭിണികളുണ്ട് എന്നറിഞ്ഞാൽ അവിടെ പോയി അവർക്ക് പോഷകാഹാരം നൽകാനുള്ള രൂപത്തിൽ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകണം, ഇന്ന സമയത്ത് പോകേണ്ടതുണ്ട്, മരുന്ന് എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. പക്ഷേ സഹകരിക്കാത്ത കുടുംബങ്ങളും ഉണ്ടാകും. സഹകരിക്കാത്ത കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളത് സ്വാഭാവികമായി അവിടെ എത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് മനസ്സിലാകും. തുടരെയുള്ള പ്രസവമാണ്, അടുത്ത പ്രസവത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇയാൾ അനുവദിക്കുന്നുമില്ല, ഭർത്താവ് അനുവദിക്കാത്ത സാഹചര്യം. അപ്പോൾ അവരുടെ ജീവൻ ഭീഷണിയിലാണ് എന്നൊരു മനസ്സിലാക്കൽ അവിടെ എത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ആശാവർക്കർമാർക്കും ഇല്ലേ? അങ്ങനെയെങ്കിൽ അത് നേരത്തെ പോലീസിനെ അറിയിക്കുകയും പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? ഇന്നിപ്പോൾ ഈ പരാതിപ്പെട്ട ശേഷവും ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ പോലീസ് വൈകി എന്ന് വരെ നാട്ടുകാർ പറയുകയാണ്. എന്തായാലും അയാളെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ നയാസ് അവിടെ ആരെയും അടുപ്പിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ താമസത്തിന് വാടകയ്ക്കാണ് താമസിക്കുന്നത്. 7-8 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവിൽ ഉള്ള ഒരു കുട്ടിയുണ്ട്, അത് 18 വയസ്സായ കുഞ്ഞാണ്. അതിനെ വേറെ എവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഒരു 3 വയസ്സായ കൊച്ചും ഒരു 1.5 വയസ്സിനകത്തുള്ള ഒരു കുഞ്ഞുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ പ്രസവം, അത് കഴിഞ്ഞ് 4ാമത്തെ കുഞ്ഞാണ് ഇപ്പോൾ
പ്രസവത്തോട് തുടർന്ന് മരണപ്പെട്ടത്. അപ്പോൾ ഇത് ഇവിടുത്തെ ആശാപ്രവർത്തകരായാലും അംഗൻവാടി ടീച്ചർമാരായാലും ഇവിടെ എത്തുമ്പോൾ അവർ 8 മാസം താമസം ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്താൻ വേണ്ടി അവിടുത്തെ പിന്നെ പോഷകാഹാരം കൊടുക്കാനോ ഒന്നിനും അയാൾ സമ്മതിച്ചിരുന്നില്ല. ഇത്രയും നമ്മുടെ കേരളത്തിൽ തന്നെ ആരോഗ്യ മേഖലയിൽ ഇത്രയും അടിസ്ഥാന സൗകര്യം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ നേമത്ത് എന്നുള്ള സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഈ സംഭവം നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ അതാണ് ചോദിച്ചത്. പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ ഭർത്താവ് നിസ്സഹരിക്കുന്ന ഘട്ടങ്ങളിൽ ഈ രൂപത്തിൽ, അതായത് അവരുടെ ജീവന ഭീഷണി ഉണ്ട് എന്നുള്ള സാധ്യത പോലും, ആ സാഹചര്യം പോലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആരോഗ്യ പ്രവർത്തകർക്ക്. അപ്പോൾ ഈ പോലീസിന്റെ സഹായം തേടുന്ന ഒരു രീതി ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. പോലീസിനെ തേടിയിരുന്നു. ആശാപ്രവർത്തകരും അവിടുത്തെ നാട്ടുകാരും പോലീസിനെ അറിയിച്ച പ്രകാരം അവിടെ പോലീസ് എത്തിയിരുന്നു. പോലീസ് എത്തിയപ്പോൾ സമയത്ത് തന്നെയാണ് എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം എന്ന് പറഞ്ഞത് പ്രകാരം പോലീസും ആരോഗ്യപ്രവർത്തകരും അവിടെ എത്തി ഡീറ്റെയിൽസും ബാക്കിയെല്ലാം കളക്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ ഡേറ്റ് ഈ സ്ത്രീ ആയിരുന്നാലും ശരി തന്നെ കറക്റ്റായിട്ടുള്ള ഡേറ്റോ മറ്റുള്ള കാര്യങ്ങളോ പോലീസിനെയോ ആരോഗ്യപ്രവർത്തകരെയോ അറിയിച്ചിട്ടില്ല. അതിനാലാണ് ഇത്രയും പെട്ടെന്ന് തന്നെ പ്രസവം ഉണ്ടായത്. തൊട്ടടുത്ത് താമസിക്കുന്ന, എനിക്ക് തോന്നുന്നു തൊട്ടടുത്തടുത്ത് താമസിക്കുന്ന, എനിക്കറിയാവുന്ന മേഖല കൂടിയാണ്, തൊട്ടടുത്തടുത്തുള്ള വീടുകളാണ് ഉള്ളത്. എന്നിട്ട് പോലും ഫുഡ് ആഹാരം കഴിക്കാതെ കിടക്കുന്ന സമയത്ത് പോലും തൊട്ടടുത്തുള്ള അയൽവാസികൾ ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഭർത്താവെന്ന ആള് ആ സ്ത്രീയെ ഉപദ്രവിക്കുകയും ആ ആഹാരം വാങ്ങി കഴിക്കാൻ വേണ്ടി സമ്മതിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്രയും നമ്മുടെ തൊട്ടടുത്ത് തന്നെ തൈക്കാട് ഹോസ്പിറ്റലുണ്ട്, പിന്നെ SAT ഉണ്ട്. ഇത് എത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ട് പോലും ഇയാൾ പറയുന്നത് ആദ്യ ഭാര്യയെയും കുഞ്ഞിനെയും ഒരു പരീക്ഷണ വസ്തുവായിട്ടാണ് ആ സ്ത്രീയെ അവിടെ ഉപയോഗിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അക്യുപഞ്ചർ ആ ആദ്യ ഭാര്യയിലെ മകൾക്ക് പഠിക്കാനുള്ള ഒരു വസ്തുവായി ഈ കുഞ്ഞിനെയും ഈ ഗർഭിണിയെ ഒരു കരുവാക്കിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുത്തു തന്നെ പോകേണ്ട ഒരു ഇതുണ്ട്. സ്ത്രീകൾക്ക് നേരെ ഇത്രയും അതിക്രമങ്ങൾ ഈ കേരളത്തിൽ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഈ സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി നമുക്ക് ഇത് കൂട്ടായ ഒരു പ്രവർത്തനമുണ്ട്. ഇതിൽ നിന്നും എല്ലാവർക്കും ഒരു അക്യുപഞ്ചർ, എനിക്ക് എൻ്റെ അറിവിൽ വേറൊരു സ്ത്രീ 34 വയസ്സായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, RCCയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും എനിക്ക് തോന്നുന്നു അക്യുപഞ്ചർ എന്നുള്ള രീതിയിൽ വേദന ഇല്ലാതെ തന്നെ ക്യൂമോ ചെയ്ത് വേദന അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വേദന ഇല്ലാതെ അക്യുപഞ്ചർ വഴി ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞു ആ സ്ത്രീയെ അതിൻ്റെ അക്യുപഞ്ചർ വഴി ഭേദമാക്കാമെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ചു. ആ സ്ത്രീ മരണപ്പെടുകയും 8 വയസ്സായ കുഞ്ഞാണ് ആ സ്ത്രീക്കുണ്ടായിരുന്നത്. അവരുടെ അവസ്ഥ എൻ്റെ നമ്മൾ തൊട്ടടുത്ത് കൺമുൻപിൽ തന്നെ ഇതെല്ലാം ഒരു അല്ല നേമത്ത് തന്നെയാണ് വെള്ളാണി ജംഗ്ഷനിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചികിത്സാ കേന്ദ്രങ്ങൾ നാട്ടിൽ പല ഭാഗത്തുമുണ്ട്. കേരളത്തിൽ തന്നെ 10 കേന്ദ്രങ്ങളുണ്ടെന്ന് പറയുന്നു. ഇതിനൊക്കെ അംഗീകാരമുണ്ടോ എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ അനുപമ, ഇപ്പോൾ ഇയാൾക്കെതിരെ നയാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് ചികിത്സാ കേന്ദ്രങ്ങൾ നിർത്തലാക്കുക എന്നതാണ്. അതെ ഡോക്ടർ അനുപമ, ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭമലസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്ത പ്രവൃത്തി മൂലമുള്ള മരണം എന്നതാണ് കുറ്റമായി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണോ യഥാർത്ഥത്തിൽ? ഇതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ നിയമവിദഗ്ധരാണ് അഭിപ്രായം പറയേണ്ടത്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ചിട്ട് അബോർഷനായാലോ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്കായാലോ സ്ത്രീക്ക് തന്നെ അവർക്ക് ഒപ്പിട്ട് കൊടുത്താൽ മതി. സ്ത്രീയുടെ മാത്രം സമ്മതപത്രം മതി. ഇപ്പോൾ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്കായാലും ശരി, പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ മാത്രം സമ്മതപത്രം മതി നമുക്കൊരു ശസ്ത്രക്രിയ ചെയ്യാൻ, ഏത് ശസ്ത്രക്രിയയായാലും. അങ്ങനെ നിയമങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചികിത്സ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് സാമൂഹ്യ വശമാണ് കൂടുതലുള്ളത്. ആ സ്ത്രീക്ക് ഭർത്താവിനെ ഭയമായതുകൊണ്ട് ചികിത്സ ചെയ്യണമെന്ന് മറ്റു പലരും ആവശ്യപ്പെട്ടിട്ട്, പല രീതിയിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടും ആ ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും തന്നെ ആ സ്ത്രീ അവലംബിച്ചിട്ടില്ല. അത് അവരുടെ തികച്ചും സാമൂഹ്യവും കുടുംബപരവുമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരുന്നു.
ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഭർത്താവിനെ ഭയന്നായിരിക്കാം അവരത് സ്വീകരിച്ചിട്ടില്ല. അല്ലാതെ നിയമപരമായി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ചികിത്സ തേടണമായിരുന്നുവെങ്കിൽ അവർക്ക് ധൈര്യമായി ചികിത്സ തേടാമായിരുന്നു. അവർക്ക് അവരൊരു ആശുപത്രിയിൽ പോകുന്നതിനോ രജിസ്റ്റർ ചെയ്ത് ഒരു ഡോക്ടറെ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് ശരിയായ രീതിയിലുള്ളൊരു പ്രസവ സംരക്ഷണം നേടുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരെ കൊണ്ടുപോകാമായിരുന്നു. ഇതിനൊന്നും തന്നെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നിയമ തടസ്സമൊന്നുമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡിൻ്റെ നരഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധരാണ് അതിൻ്റെ നിയമവശങ്ങൾ നോക്കി പറയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ആ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ തീർച്ചയായിട്ടും എപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഓരോ മരുന്നുകളും ഓരോ പ്രക്രിയകളും ആയിരക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ആളുകളിൽ അല്ലെങ്കിൽ അതുപോലുള്ള നോൺ ആനിമൽ മോഡൽസിലൊക്കെ പഠനം നടത്തി അത് അങ്ങേയറ്റം ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് തീർച്ചയാക്കിയിട്ട് മാത്രമാണ് അത്തരം ഏത് പ്രക്രിയയായാലും അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആയാലും ഏത് മരുന്നായാലോ മാർക്കറ്റിൽ വരുന്നത്. പക്ഷേ ഇവയ്ക്കെതിരെ എല്ലാം തന്നെ ഒരു പിന്തിരിപ്പൻ ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും സമൂഹം എടുക്കുന്നത്. വളരെ വിദ്യാസമ്പന്നരായ ആളുകളാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളൊരു മരുന്ന് എഴുതി കൊടുത്താൽ തന്നെ ഉടനെ ചോദിക്കുന്നത് ഇത് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മറ്റ് പല മെഡിസിൻസും യാതൊരു കുഴപ്പവുമില്ല, ആരോടും ചോദിക്കത്തുമില്ല, എങ്ങനെയും കഴിക്കാം എന്നുള്ള ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ പല രീതിയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണിതെല്ലാം. നേരത്തെയും ഇതിനു മുമ്പ് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിൽ പ്രസവിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിക്കുക, വീട്ടിൽ പ്രസവിച്ചിട്ട് വീട്ടിൽ ഹസ്ബൻഡോ മറ്റാളുകളോ പൊക്കിൾക്കൊടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ആശുപത്രിയിലൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കറിയാം, എന്താ പറയട്ടെ, കാലാകാലങ്ങളിൽ വീട്ടിൽ പ്രസവങ്ങൾ നടന്നിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ശിശുമരണ നിരക്കെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കൂടുതലായിരുന്നു. അതിൽ നിന്ന് ഏകദേശം ഒരു 100-ൽ താഴെ എത്തിക്കാൻ പറ്റിയത് ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിലുള്ള സേഫ് മദർഹുഡ് പ്രോഗ്രാംസിലൂടെയാണ്. ഇപ്പോൾ തന്നെ 2017 ലക്ഷ്യ എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതി തുടങ്ങിയിട്ട് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും അതുണ്ട്. ആ ഒരു പദ്ധതി ഇതിനു വേണ്ടി മാത്രമാണ്, മാതൃശിശു സംരക്ഷണത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഗർഭിണികളുടെ കെയറിന് മാത്രമുള്ളൊരു പദ്ധതിയാണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ മാതൃശിശു മരണനിരക്കെല്ലാം നമ്മൾ ഏകദേശം ഒരു 90-ൽ താഴെ എത്തിച്ചിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ഇതൊരു 70-ൽ താഴെ എത്തിക്കണം എന്നാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അങ്ങനെ ആ രീതിയിൽ ഇന്ത്യയുടെ ആരോഗ്യ മേഖല പുരോഗതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്തരം പിന്തിരിപ്പൻ ആറ്റിറ്റ്യൂഡിലേക്ക് ആളുകൾ പോകുന്നത്. അത് പല രീതിയിലുള്ള നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ തന്നെ പല ആളുകളും ഇടുന്നു. അതിൻ്റെ ഒരു വിശ്വാസ്യത പലപ്പോഴും ആളുകൾ അറിയുന്നില്ല. ഒരേ സമയത്ത് ഡോക്ടർമാരുടെയും ഒക്കെ വിശ്വാസ്യതയുള്ള യൂട്യൂബ് വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം ഇങ്ങനെ കയറി മറിഞ്ഞു പോകും അവരുടെ മനസ്സിൽ കൂടെ. അപ്പോൾ ഇത്തരം മിഥ്യാധാരണകളിലേക്ക് ചെല്ലുന്നു. ആശുപത്രിയിലാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വേദനയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ധാരാളം മെത്തേഡ്സ് ഉണ്ടെന്ന് വേദനാരഹിതമായി പ്രസവിക്കാൻ. അതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ധാരാളം ഗർഭിണികളുമുണ്ട്. അവർക്കത് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ പോലും ഭംഗിയായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത്തരം ചികിത്സാ രീതികൾ വേണ്ടവർക്ക് അത് അവലംബിക്കും, വേണ്ടാത്തവർക്ക് കുറച്ച് വേദന അറിഞ്ഞായാലും പ്രസവിക്കാം എന്ന് തയ്യാറാവുന്നവരുണ്ട്. അതല്ല, വേദന ഒട്ടും അറിയാതെ പ്രസവിക്കണം എന്ന് ആഗ്രഹിച്ച് സുഖപ്രസവത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് ഒരുപാട് പുരോഗമിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള അശാസ്ത്രീയ മാർഗങ്ങളെ അവലംബിച്ച് ഇത്തരത്തിലുള്ള വലിയ വിപത്തിലേക്ക് എത്തേണ്ട യാതൊരു ആവശ്യവും ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ശാസ്ത്ര വിദഗ്ധ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം. ശരി, മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. റിഷാദിലേക്ക് ഒന്നുകൂടി പോകുന്നു. റിഷാദ്, ഇപ്പോൾ താങ്കൾ അയൽവാസിയാണല്ലോ, അവിടെ അടുത്തടുത്ത നിരവധി വീടുകളുണ്ട്. ഇങ്ങനെ പുറമെ ആരുമായും ബന്ധമില്ലാതെ ഇവർ താമസിക്കുന്നു. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ സമ്പർക്കം പുലർത്തണമെന്ന് നമുക്ക് ആരും നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ അവരവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ആ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും അയൽവാസികളെ സമ്മതിച്ചിരുന്നില്ല എന്നുള്ള സാഹചര്യം, ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമല്ല, ഈ കുട്ടിയെ മക്കൾക്ക് പോളിയോ കൊടുക്കാൻ സമ്മതിച്ചില്ല എന്നും കുഞ്ഞിനെ അംഗൻവാടിയിൽ ചേർക്കാൻ സമ്മതിച്ചില്ല എന്നും അടക്കമുള്ള പ്രതികരണങ്ങൾ നേരത്തെ വരികയുണ്ടായി. അപ്പോൾ നിങ്ങൾ അയൽവാസികൾ എന്തൊക്കെ അറിഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ? അല്ല, കുട്ടികൾ അംഗൻവാടി ചേർത്തിട്ടുണ്ട്. ആ ചേർത്ത് പ്രകാരമാണ് ഇവർ നിർബന്ധിച്ചപ്പോൾ ചേർത്തു, പക്ഷേ കുറച്ച് ദിവസമേ വിട്ടിട്ടുള്ളൂ എന്നാണ് അംഗൻവാടിയിലെ അധ്യാപിക പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ദിവസം വിട്ടിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ 4ാമത് പ്രഗ്നൻ്റ് ആണെന്ന് ഈ അംഗൻവാടിയിൽ ആശാ വർക്കർമാർ അറിഞ്ഞല്ലോ. അങ്ങനെ ഇവരെ 3 മാസം പാലക്കാടിലോട്ട് മാറ്റി. ഈ മരിച്ച ലേഡിയ തിരിച്ച് പിന്നെ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയായ ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഇത് പോലീസ് നല്ല ശക്തമായിട്ടാണ് ഇടപെട്ടത്. ഏകദേശം 1 മാസം മുമ്പ് പോലീസ് നല്ല ശക്തമായിട്ട് പോലീസ് ഇടപെട്ട്
DMO ഓഫീസിലെ ഓഫീസർമാർ ഇടപെട്ട്, ആശാ വർക്കർമാർ ഇടപെട്ട് ഇതിനൊന്നും അവർ കൂട്ടാക്കിയില്ല. അവർ നിയമം പിന്നെ ഇവരെ ഇങ്ങോട്ട് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അത് ഒഴിവാക്കി പോയത്. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ആ ലേഡി മരിച്ചത്. എന്നിട്ട് 6 മണിക്കാണ് ഇവിടെ നിന്ന് എടുത്ത് PRSലോട്ട് കൊണ്ടുപോയത്. അപ്പോഴാണ് ഞാൻ കാണുന്നത് 108 ആംബുലൻസ് വന്ന് ഇവിടെ കൊണ്ടുപോകുമ്പോൾ. അപ്പോഴാണ് നമ്മൾ സ്റ്റേഷനിൽ വേറെ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഇതുപോലെ ആ ലേഡിയെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അവിടെ പോയതിനു ശേഷമാണ് മരിച്ചത്. ഡോക്ടർമാർ ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് മരിച്ചിട്ട് 4 മണിക്കൂറായിരുന്നു. ആ 4 മണിക്കൂർ നേരം അവിടെ ഉണ്ടായിരുന്നു. ഈ തിങ്ങി നെരുങ്ങിയ വീടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പുറം ലോകം അറിഞ്ഞത്. കാരണം ഈ ബോഡി പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ തിങ്ങി നെരുങ്ങി നിൽക്കുന്ന വീട്ടിലാണ് താമസിച്ചത്. വലിയൊരു കാമ്പൗണ്ടുള്ള വീടാണെങ്കിൽ ഇത് പുറം ലോകം പോലും അറിയില്ലായിരുന്നു. അത്രയ്ക്ക് ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണ് അദ്ദേഹം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഒരു നാട്ടുകാരായിട്ട് ഒരു സഹകരണമില്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ്. ഇവർ ഈ നാട്ടുകാരായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് നേരത്തെ നമുക്കറിയാൻ പറ്റിയത്. പിന്നെ ആശാ വർക്കർമാരും പോലീസുകാരും പിന്നെ ഡോക്ടർമാരും എല്ലാം നല്ല രീതിയിൽ ഇടപെട്ട കാര്യമാണ്. പിന്നെ ഈ അക്വപഞ്ചർ എന്നുള്ള രീതിയിലുള്ള ചികിത്സാ രീതികൾ ഈ നാട്ടിൽ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അത് അപകടത്തിലോട്ടാണ് പോണത് അത്രയും. പക്ഷെ അത് ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അങ്ങനെ സ്വന്തം നമ്മളെ കാര്യം നമുക്കങ്ങനെ ആ ഒരു ലെവലിൽ പോണത് കൊണ്ടാണ് ആരും ഒന്നും അറിയപ്പെടാത്തത്. ഇത് വളരെ ദയനീയ അവസ്ഥയായിരുന്നു. അതായത് ആ കുട്ടി പകുതി വഴിയിലാണെന്നത് ആ തലവരെ പുറത്ത് വന്ന് പുതപ്പിട്ട് ചുറ്റിക്കെട്ടി കയറി കെട്ടിയാണ് താഴോട്ട് ഇറക്കേണ്ട അവസ്ഥ വന്നത്. അങ്ങനത്തെ ഒരു വീട്ടിലാണ് അവർ താമസിച്ചത്. പിന്നെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ലേഡിയാണെന്ന് തോന്നണം. അത്രയും വളരെ പീഡനം സഹിച്ചാണ് അവർ ജീവിച്ചതെന്ന് തോന്നണം. എനിക്കറിയാം, എനിക്ക് ഒരു മേളിലൊരു കടയാണ്. അത് ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആണ് ആ മക്കളെ തൂക്കി പിടിച്ചുകൊണ്ട്. പിന്നെ അംഗൻവാടിയിൽ ആ കുട്ടിയെ പിന്നെ കഴിഞ്ഞ ആഴ്ച വരെ എന്തോ രണ്ടാമത്തെ കുട്ടിയെ അംഗൻവാടിയിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും പോയി. അത് എനിക്ക് നാടുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയണത്. ശരി ആദർശ്, ഇതിപ്പോൾ ഞാൻ നേരത്തെ ഡോക്ടർ അനുപമയോട് ചോദിച്ച അതേ കാര്യം ഞാൻ ആദർശോടും ചോദിക്കുകയാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ ഏതൊക്കെ രൂപത്തിലാണ് ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവിടെ പ്രവർത്തിച്ചത്, അത് ബോധപൂർവമല്ല എന്ന് ഏത് രൂപത്തിൽ വിശ്വസിക്കാനാകും? ഇതിപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിന് പോലും അയൽക്കാരെ അനുവദിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കേണ്ട വിഷയമാണോ? ഇത് ഏത് ചികിത്സാ രീതി പിന്തുടരണമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ആയുഷിന്റെ കീഴിൽ തന്നെ ഒട്ടനവധി അലോപ്പതി മീൻസ് മോഡേൺ മെഡിസിൻ ഇതര സംവിധാനങ്ങളുണ്ട്. ഈ രാജ്യത്തെ ഒരു പൗരന് ഏത് ചികിത്സാ രീതി തിരഞ്ഞെടുക്കണമെന്നുള്ള അവനവന്റെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് എവിടം വരെ പോകുമെന്നുള്ള കാര്യം അറിയത്തില്ല. കേസിന്റെ വഴിയെ പോട്ടെ. പക്ഷെ ഒരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന വളരെ അപകടം പിടിച്ച ഇത്തരത്തിലെ ചികിത്സാ രീതികളൊക്കെ വലിയ തോതിൽ തന്നെ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന ഒരു കേസുണ്ട്. അപ്പൊ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമുക്ക് ഈ പറയുന്ന ഇവിടെ 2 ഡോക്ടർമാർ തന്നെ വളരെ അസലായിട്ട് സംസാരിച്ചു. ഡോക്ടർമാരുടെ സംഘടന IMA ഉണ്ട്, KGMOA ഉണ്ട്, സർക്കാർ തന്നെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമാണ്. അപ്പൊ ഇവര് ഇതേപോലെ തന്നെ ബദലായിട്ട് ഇതൊക്കെയാണ് ആരോഗ്യകരമായ മാർഗം, ഇതിനൊക്കെ ഇതേ റിസ്ക് ഉണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നും പറഞ്ഞ് ബദൽ ക്യാമ്പയിൻ ഇതേ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ, അതായത് മനുഷ്യപ്പറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവരെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെയും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എറണാകുളത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ എബി ഫിലിപ്പ് വളരെ ലിവർ ഡോക്ടർ എന്നുള്ള പേരിൽ വളരെ ഇത്രയും രാജ്യത്ത് ഇത്രയധികം വായിക്കപ്പെടുന്ന ഓൺലൈനിൽ വായിക്കപ്പെടുന്ന മലയാളി ഡോക്ടർ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. പക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ച എന്താ, 2-3 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഒരു വലിയ മരുന്ന് കമ്പനി കക്ഷിക്കെതിരെ ഡിഫേമേഷൻ സൂട്ട് അപകീർത്തി കേസ് ഫയൽ ചെയ്യുന്നു. അതും വലിയ തുക, കക്ഷിക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തുക ആവശ്യപ്പെടുന്നു. മീൻസ് അപകീർത്തിയുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ, അതായത് പഴയ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ കക്ഷിയെ ബ്ലോക്ക് ചെയ്യുന്നു. കക്ഷി അവസാനം കോടതി പോയിട്ടാണ് ആ ബ്ലോക്ക് തന്നെ പിൻവലിച്ചത്. ആ കേസിൽ തന്നെ ആലോചിക്കുക,
ഏത് സർക്കാരാണ് അല്ലെങ്കിൽ കേരളത്തിലെ IMA അല്ലെങ്കിൽ KGMO അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ എന്തായാലും എത്ര പേര് ഡോക്ടർ എബി ഫിലിപ്പിന്റെ കൂടെ നിന്നു? കാര്യം അവിടെ ഡോക്ടർ എബി ഫിലിപ്പ് ഒറ്റയ്ക്കായിരുന്നു. എബി ഫിലിപ്പ് വളരെ കാരിരുമ്പിന്റെ മൂർച്ചയുള്ള അല്ലെങ്കിൽ വളരെ കർക്കശമായ വാക്കുകളിലൂടെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. എന്തിനധികം പറയുന്നു, അത് ഒരു വേള ഇതര ചികിത്സാ സമ്പ്രദായങ്ങളെ കടന്നാക്രമിക്കും എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇടപെടുന്നത്. കക്ഷി ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതേ സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ച് ഇതേ ഇൻഫ്ലുവൻസറായി, പക്ഷെ എനിക്ക് തോന്നുന്നു ട്വിറ്ററിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ഡോക്ടർമാരിൽ ഒരാളാണ് അത്തരത്തിൽ മാറി. പക്ഷെ അദ്ദേഹത്തിന് പോലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു വലിയ അറ്റാക്ക് വന്നത് ഈ പറഞ്ഞ കടന്നൽ കൂട്ടം അല്ലെങ്കിൽ വെട്ടുകിളിക്കൂട്ടം ആക്രമണം അല്ല, ഒരു വലിയ എസ്റ്റാബ്ലിഷ് ചെയ്ത വലിയൊരു മരുന്ന് കമ്പനി കക്ഷിക്കെതിരെ വലിയൊരു തുകയ്ക്ക്, കക്ഷിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു തുകയ്ക്ക് അപകീർത്തി കേസ് ഫയൽ ചെയ്യുന്നു. അയാൾ ID തന്നെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ എന്തെങ്കിലും പറയുന്നത് ആളുകളെ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന വ്യാജ ചികിത്സയെക്കുറിച്ചും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചികിത്സയെക്കുറിച്ച് എത്രയോ ലൈക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടായിട്ട് അതിനെ ഒന്നും ടേക്ക് ഡൗൺ ചെയ്യാൻ, അതിനെ ഒന്ന് യൂട്യൂബിൽ നിന്ന് മാറ്റാനുള്ള മര്യാദയ്ക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബ് തന്നെ അത് മാറ്റി കൊടുക്കും. അതിനു വേണ്ടിയുള്ള ഒരു കൺസൾട്ടഡ് എഫർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന്, ഒരു യോജിച്ച ഒരു യത്നം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പക്ഷെ അതേസമയം ഇത്തരത്തില് വൈദ്യശാസ്ത്രപരമായി നന്നായി ഇപ്പൊ തന്നെ ഇവിടെ LC ഉമൻ ഡോക്ടർ വളരെ നന്നായി സംസാരിച്ചു. ഇവരെ പോലെ അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ഡോക്ടർമാരുടെ ഓൺലൈൻ സാന്നിധ്യം കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർക്കെതിരെ ഈ പറയുന്ന അക്യുപഞ്ചർ ആയാലും അതും അല്ലെങ്കിൽ ഇതര വ്യാജ ചികിത്സാ സംവിധാനങ്ങളുടെ ആളുകളായാലും അവരുടെ ഓൺലൈൻ വെട്ടുകളി കൂട്ടങ്ങളായാലും വലിയ ആക്രമണം നടത്തും. ആ സമയത്ത് ഇവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം. ഇനി കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത്തരത്തില് പ്രകൃതി ചികിത്സ, വീട്ടിലിരുന്നൊരു പ്രസവം, വെള്ളത്തിലൂടെയുള്ള പ്രസവം, ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ കമ്പ് അത്യുക്തിയും കൂടെ ചേർത്ത് നമ്മുടെ വനിതാ മാഗസിനുകളിലും നമ്മുടെ വാരാന്ത പതിപ്പുകളിലൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഇത് അറിഞ്ഞോ അറിയാതെയോ ചെറിയ വിഷവിത്തുകളാണ് ആൾക്കാരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചിലപ്പോൾ വളരെ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ ചില വലിയ ബോധമുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള അകലത്തിൽ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പറ്റിയേക്കാം. പക്ഷെ ഇത് അന്ധമായി അനുകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ശവക്കുഴി വെട്ടുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെ അതിനുള്ള ഒരു അവസരം നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. ഇതിനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യം പ്രസക്തമായ കാര്യമേ അല്ല, നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അത് ഇനിയിപ്പോ നിയമം മൂലം നിയന്ത്രിക്കാൻ വന്നാലും ആ നിയമത്തിന് വലിയ രീതിയിൽ ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ കാര്യം എന്തായാലും ഇപ്പൊ തന്നെ ക്യാൻസറിന് ചികിത്സ, അതിന് എന്തെങ്കിലും ഒരു വ്യാജ അല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റമൂലിയുടെ പേരും പറഞ്ഞുകൊണ്ട് ചികിത്സ എന്ന് പറഞ്ഞു വരും. ചിലപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിനുള്ള ചികിത്സ പോട്ടെ, നിങ്ങളുടെ വൃക്കയായിരിക്കും അപകടത്തിൽപ്പെടുന്നത്, നിങ്ങളുടെ കരളായിരിക്കും അപകടത്തിൽപ്പെടുന്നത്. കാരണം ഇതിനകത്തുള്ള ഈ കെമിക്കൽ കോമ്പൗണ്ട്സിനെ ഒന്നും കൈകാര്യം ചെയ്യാനുള്ള ശേഷി നിങ്ങളുടെ വൃക്കയ്ക്കോ നിങ്ങളുടെ കരളിനോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ ചികിത്സ നേടുന്നവർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതി ചികിത്സ ചേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു അപകടം മാറ്റിവെക്കുക, ഒരു അസുഖം മാറ്റാൻ മാത്രമല്ല മറ്റു ചില അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തുക കൂടിയാണ് ചെയ്യുന്നത്. ഡോക്ടർ LC ഉമൻ, നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? നേരത്തെ ഡോക്ടർ അനുപമ പറഞ്ഞ പോലെ മാതൃശിശു മരണ നിരക്കൊക്കെ ഏറ്റവും കുറവായ സംസ്ഥാനമാണ്. പക്ഷേ പിന്നാക്കം പോകുന്ന വലിയ വിഭാഗം തന്നെ ഇവിടെയുണ്ട് എന്ന് വേണം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഡോക്ടർ LC ഉമൻ കേൾക്കാമോ? ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.